ബാക്ക് ടു എജുപോഡ്. സോ മക്കളെ, ഓൺ എക്സാമിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. മിസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാപ്റ്ററിലെ ഏത് ചാപ്റ്റർ ആണ്? സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ സമ്മറി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണ്, റെഡി ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പേജിലായിരിക്കും ചാപ്റ്റർ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഒരുപാട് വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മടിയാവുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, ഈ ഒരു വീഡിയോ കണ്ട് കറക്റ്റ് സമ്മറി മനസ്സിലാക്കി വെച്ചോളൂ. മിസ് ഇതേ ഈസി ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ സമ്മറി പറഞ്ഞുതരാൻ പോവാണ്. ഇത് കഥയല്ലായിരുന്നോ, ഒരു ലേഖനമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? റെഡിയാണ്. അപ്പൊ നോക്കിയോളൂ, മിസ് നിങ്ങൾക്ക് ഈസി ആക്കിയിട്ട് അതിന്റെ സമ്മറി പറഞ്ഞു തരാം, പിക്ചേഴ്സും കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ നോക്കിയോ, സ്വാവലംബൻ ഓർ ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുക, തനിയെ ചെയ്യുക എന്നാണ് എന്തിന്റെ അർത്ഥം? സ്വാവലംബൻ ആത്മനിർഭരത എന്ന് പറഞ്ഞാല് അതായത് അവിടുത്തെ ആൾക്കാർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കിയോ. ഗാവ് വാലെ സഫായി കെ ലിയെ സർക്കാർ യാ പ്രശാസൻ പർ നിർഭർ നഹീം രഹത്തെ. ഒരു ഭരണകൂടത്തെയോ ഗവൺമെന്റിനെയോ ഒന്നും നിർഭർ നഹീം രഹത്തെ ആശ്രയിച്ചല്ല ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരെന്താ ചെയ്യുന്നത്? ബൽക്കി മറിച്ച് ഖുദ് അപ്നി സിമേദാരി സമജ്തേ ഹേ, സ്വയം അവരുടെ എന്താണ് ചുമതല അവർ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയിരുന്നല്ലോ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തെ നോക്കിയോ, സാമൂഹിക് ഭാഗീദാരി, ഒരു സാമൂഹിക കൂട്ടായ്മ അല്ലെ? സൊസൈറ്റി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഒറ്റക്കെട്ടായി നിന്നിട്ടായിരുന്നു ക്ലീനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കിയോളൂ, സഫായി കാ കാം കിസി ഏക് കാ നെഹി, ഒരാളുടേതല്ലായിരുന്നു എന്ത് ശുചിത്വം എന്നുള്ള ജോലി. ബൽക്കി മറിച്ച് ബച്ചോം മഹിളാവും, കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സബീ കാ സാത് ന്യാ കർത്തവ്യ, എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള പങ്കാളിത്തം അതിൽ ഉണ്ടായിരുന്നു. ഓക്കെ ആണ്. ഇനി മൂന്നാമത്തെ നോക്കിയോളൂ, നമ്മൾ എന്താ ചാപ്റ്ററിൽ മനസ്സിലാക്കി വെക്കേണ്ടത്? പര്യാവരൺ സംരക്ഷൺ, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചിട്ട് ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയിരുന്നല്ലോ. നോക്കിക്കോളൂ, ഗാവ് മേ പ്ലാസ്റ്റിക് പർ പൂരി തര പ്രതിബന്ധിത് ഹേ, പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി നിരോധിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രാമത്തില്. ഇനി ഓർ കൂടെ സേ ഖേത്തി കെ ലിയെ ഖാദ് ബനായി ജാത്തി, അവരുടെ ശേഖരിച്ചു വെച്ചിട്ടുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കൃഷിക്ക് വേണ്ടിയിട്ട് വളമാക്കാറുണ്ടായിരുന്നു. ജോ പ്രകൃതി കെ പ്രതി പ്രേം കോ ദർശിതാ ഹേ, ഇത് പ്രകൃതിയോടുള്ള അവരുടെ പ്രേം, അതൊരു ഇഷ്ടമാണ് കാണിക്കുന്നത്. ഓക്കെ ആണ്. അടുത്തത് അനുശാസന ഓർ ജാഗരൂകത, അവരുടെ എന്താണ് എപ്പോഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല പോലെ ചെയ്യണം. അവരെപ്പോഴും ഭയങ്കര എന്താണ് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധയോടെ ക്ലീൻ ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് അർത്ഥം? ഡിസിപ്ലിൻ എന്നാണ് അർത്ഥം. ഡിസിപ്ലിൻഡ് ആയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആണ്. നോക്കിക്കോളൂ, മിസ് പറഞ്ഞുതരാം. യഹാം കെ ലോഗ് കച്ചറ ദേഖ്തേ ഹി ഉസേ തുരന്ത് ഡസ്റ്റ്ബിൻ മേ ടാൽത്തേ ഹേ, വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തുരന്ത് പെട്ടെന്ന് തന്നെ വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ ഇടാറുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അടുത്തത് ജോ ഉനിക്കെ ഗഹരി അനുശാസൻ കോ ദിക്താ ഹേ, ഇത് എന്താണ് കാണിക്കുന്നത്? അവരുടെ ഒരു വലിയ അതായത് അച്ചടക്കമാണ് ദിക്താ ഹേ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റിലേക്ക് നോക്കിയോളൂ, എന്താണ്? ഇതിഹാസ സേ സീഖ്, ഇതിഹാസത്തിൽ നിന്നും ഒരു പാഠം, ചരിത്രത്തിൽ നിന്നും അവർക്ക് ഒരു പാഠം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? 130 വർഷം മുന്നേ ഹൈജ എന്ന അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ഹൈജ കോളറയാണ് അല്ലെ? കോളറ വന്ന സമയത്ത് അവരുടെ പ്രായമായിട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർ അനുസരിച്ചു, ശുചിത്വം ഫോളോ ചെയ്തു വന്നു. അങ്ങനെ അവർക്ക് ആ രോഗത്തിൽ നിന്നും മുക്തി നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആയിരുന്നല്ലോ. അത് ബസ് പറഞ്ഞുതരാം. നോക്കിയോ, കണ്ടോ? 130 വർഷം മുന്നേ ഹൈ ജൈസി ബിമാരി ജയിലിലേക്ക് ബാദ്, അതിന് ശേഷം എന്ത്? ബിമാരി അസുഖം വന്നതിന് ബാദ് ശേഷം ഗാവ് വാലോനെ സഫായി കോ ഹി ജീവൻ കാ മന്ത്ര ബനാലിയ, ഗ്രാമത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ശുചിത്വമാണ് എന്നുള്ള ഒരു മന്ത്രം അവരങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു. എപ്പോഴും ക്ലീനിങ് അവർ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി. ഉൻകെ ലിയേ സ്വച്ഛത കേവൽ ദിഖാവാ നഹി ബൽക്കി സ്വസ്ഥ രഹനെ കാ ആധാർ ഹേ, അവർക്ക് അവരുടെ അടിസ്ഥാനം എന്തായിരുന്നു? അതായത് ഈ ക്ലീനിങ് ആയിരുന്നു അവരുടെ നല്ലൊരു ലൈഫിന്റെ അടിസ്ഥാനമായിട്ട് ഉണ്ടായിരുന്നത്. സെറ്റ് അല്ലേ? റെഡി ആണല്ലോ. അടുത്തത് പൂർവജോം കെ ഗ്യാൻ കാ സമ്മാൻ, പൂർവികരുടെ അറിവിനോടുള്ള ബഹുമാനം അവർക്കുണ്ടായിരുന്നു. എന്തായിരുന്നു? നോക്കിയോളൂ, ഗാവ് കെ ലോഗ്, ഗ്രാമത്തിലെ ആൾക്കാര് അപ്നെ പൂർവജോം കി ഇസ് ബാത് കോ മാൻതേ ഹേ, അവരുടെ പ്രായമായിട്ടുള്ളവരെ ഈ കാര്യത്തിൽ അവർ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തു കാര്യമാണ്? ശരീർ ഗർ ഓർ ജമീൻ, ശരീരമായാലും വീടായാലും ജമീൻ ഭൂമി ആയാലും എല്ലാം എന്ത് വേണം?
സഫായി ഹി ബിമാരിയോം സേ ബച്നെ കാ ഏകമാത്ര ഉപായ്. ക്ലീനിങ് ആണ് രോഗത്തിൽ നിന്നും മുക്തി നേടാനുള്ള ഒരേ ഒരു ഉപകാരം, ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പോയിന്റുകൾ ആക്കിയിട്ടാണ് മിസ് തന്നിട്ടുള്ളത് സമ്മറി. മിസ് അതിന്റെ മലയാളവും കൂടെ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തോ, രണ്ടും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്നിട്ട് ഈസി ആക്കി ഓരോ പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട് ചാപ്റ്റർ പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? മലയാളം തന്നിട്ടുണ്ട്. ഓരോ ഹിന്ദി പോയിന്റുകളും നോക്കുക, മലയാളവും നോക്കുക, കറക്റ്റ് മനസ്സിലാക്കുക. റെഡിയാണ്? സെറ്റാണ്? സോ മക്കളെ നന്നാക്കി പഠിച്ചു തുടങ്ങിക്കോ. കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് മിസ്സിന് അറിയാം. സോ നന്നാക്കി യൂസ് ചെയ്ത് പഠിക്കാട്ടോ. നോട്ട്സ് ഒക്കെ സെറ്റ് ആണ്, റെഡിയാണ്? സോ മക്കളെ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പഠിച്ചോളൂ. ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്.